ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് താത്താടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോകാൻ നിന്നപ്പോൾ ആൾക്കാർ കയറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കയറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ പോയിട്ട് പോന്ന് അളിയൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കയറ്റണുണ്ടെങ്കിൽ വണ്ടി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ കയറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ഡ്രസ്സൊക്കെ മാറി ഉണ്ണികൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ആക്കെ കഴിഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ പിന്നീട് പറഞ്ഞത് ഇങ്ങനെ പറ്റൂല. അപ്പം എന്തായാലും ഇപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അളിയൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഉണ്ണികളെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളവിടെ തന്നെ മൂത്തുമ്മയും മക്കളൊക്കെ വരാൻ വേണ്ടി നിന്നിട്ടും ഞങ്ങളത് മുടക്കിയതാണ്. ഹോസ്പിറ്റലിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ ഇൻഫെക്ഷൻ ആയ കാരണം വരുമെന്ന് പറഞ്ഞ കാരണം. അപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്താലും പറയണം. ചിലപ്പോൾ നാളൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ആവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അവിടെ വിളിച്ചിട്ടും കിട്ടണില്ല. റേഞ്ച് ഇല്ലാത്ത ഭാഗത്തൊക്കെയാണ്. രണ്ടാൾക്കാർ റെഡി ആയിട്ട് വിളിച്ചുമോനും അവിടെ ഉണ്ട്. അപ്പോൾ റേഞ്ച് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അവരെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഉമ്മയുടെ വിവരം അറിയണില്ല. ഉമ്മ ആണെങ്കിൽ ഐസിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ ഉമ്മയെ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം ഉമ്മയുടെ വിവരം അറിയാണ്ട് ഒരു ജാതി. അവിടെ അടുത്ത് പിന്നെ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഉമ്മക്ക് അവളെയും കാണാണ്ട് ഒരു ജാതി. ഇന്നെയും വിളിക്കാൻ പറ്റണില്ല, റേഞ്ച് ഇല്ലാത്ത കാരണം. എന്നിട്ട് ഉമ്മ റേഞ്ച് ഉള്ളോടത്ത് പോയിട്ട് ആരക്കണ്ടപ്പോൾ ഫോണിൽ നിന്ന് വിളിപ്പിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. പക്ഷെ വിളിച്ചിട്ട് കിട്ടാത്തൊരു പ്രശ്നമുള്ളൂ. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയുടെ ഫോണിൽ നിന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. പിന്നെ ഞാൻ അവരെ വിളിക്കുമ്പോൾ അവരൊക്കെ ഡിസ്ചാർജ് ആയി പോയൊരു വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞതാക്കി. പിന്നെ അപ്പോൾ തീരെ വിളിക്കാൻ പറ്റാണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണം. കാര്യങ്ങൾ എന്ന് അറിയണം. അപ്പം എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ. വണ്ടി ഇപ്പോൾ വരും ചിലപ്പോൾ. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ അളിയൻ്റെ വീട്ടിലേക്ക് പോകും, അളിയൻ്റെ ഉമ്മാനെ എടുക്കാൻ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അളിയൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയായിട്ട് ആൾ വരികയുണ്ടെന്ന് പറഞ്ഞിട്ട്. അളിയന് നേരെ അങ്ങോട്ട് പോയിക്കോന്നാണ് പറഞ്ഞത് വണ്ടിക്കാരനോട്. അപ്പോൾ അളിയൻ്റെ ഉമ്മ വണ്ടി കയറിയിട്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതേ വണ്ടി വരണേന്ന് കണ്ടപ്പോൾ രണ്ടാൾക്കാർ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ അളിയൻ്റെ ഉമ്മാക്കാന്നുണ്ടെങ്കിൽ അവളെ കാണുകയും വേണം. പിന്നെ ആണെങ്കിൽ അളിയൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് വലിയ കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതും പറയുകയും വേണം. അപ്പോൾ അതിനൊക്കെ കൂടെയാണ് പോണത്. അപ്പം ഞങ്ങളെന്തായാലും പോകുമെന്ന് അറിഞ്ഞിട്ടുണ്ടായി. പിന്നെ അളിയൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അവരോട് നേരിട്ട് പറയുകയും വേണ്ടേ. പിന്നെ അവളെയും കാണണം, ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കല്ലേ. അപ്പം അങ്ങനെ അതേ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അളിയൻ വന്നിട്ടാ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അളിയൻ്റെ കൂടെ ഞങ്ങൾ നടക്കുക. അപ്പോൾ അവൾക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര വേദന ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്, വാടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതേ അവളൊരാൾ താങ്ങിയിട്ട് വേണം കൊണ്ടുപോകാൻ. അല്ലാണ്ട് നടക്കാനൊന്നിനും പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊടുക്കട പൊട്ടാസ്. അപ്പോൾ അവിടുന്ന് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവളുടെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം അത്രയും മോശമായിട്ടായിരിക്കണം. എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വേദനയാണ്. ആൾക്ക് എണീക്കാനോ ഒന്ന് ചരിയാനോ ഒന്നിനും പറ്റണില്ല. അപ്പം അവളുടെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കൊരു ജാതി വിഷമം ഇതൊക്കെ ആവും. കാരണം അത്രയും ബുദ്ധിമുട്ടാണ്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. അപ്പം അധികം നേരം ഒന്നും നിന്നില്ല. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി. പിന്നെ അളിയൻ്റെ ഉമ്മ അങ്ങോട്ടും പോയിട്ട്. അപ്പം ഞങ്ങൾ ഇറക്കിയതിന് ശേഷമാണ് അളിയൻ്റെ ഉമ്മ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളിയൻ്റെ ഉമ്മ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ പോകാനും പറ്റിയില്ല. അപ്പോൾ അതെന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.